ഹായ്. അപ്പോൾ നമ്മൾ ഇന്നലെ വെട്ടിവെച്ച ജെട്ടി കുട്ടികളെ ഷെട്ടിയാണ് അടിക്കാൻ പോകുന്നത്. കുട്ടികളെ ഷെട്ടി എങ്ങനെ അടിക്കേണ്ടതെന്ന് കാണിച്ചു തരുന്നത്. ഇന്നലെ വെട്ടിവെച്ച 1 പീസ്, 2 പീസ്, 2 പീസാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ 2 പീസ് ഇനി ഇങ്ങനെ ഒരു സൈഡ് രണ്ടായിട്ട് വെക്കുക. 2 പീസായി വെച്ചിട്ട് ഒരു സൈഡ് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. 2 സ്റ്റിച്ച് കൊടുക്കുക. എപ്പോഴും 2 സ്റ്റിച്ച് കൊടുക്കണം. അതുപോലെ മറ്റേ സൈഡ് അടിക്കുക. ഇതിപ്പോൾ ഒരു സൈഡ് അടിച്ച് ഇങ്ങനെ ഉണ്ട്. ഈ ഒരു സൈഡിലൂടെ അടിക്കാനില്ല, ആ സൈഡിലൂടെ അടിക്കുക. അതുപോലെ മറിച്ചൊരടി കൊടുക്കുക. പെട്ടെന്ന് അടിച്ചെടുക്കുക. കുട്ടികൾക്ക് കോട്ടൺ പീസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അടിച്ചെടുക്കാവുന്ന ഒരു സംഭവമാണ്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് തൊടന്റെ 2 കാലിന്റെ തുടകൾ വരുന്ന ഭാഗമാണ്. ഇവിടെ നമുക്കിപ്പോൾ തൽക്കാലം ഞാനിത് നിങ്ങൾക്ക് മടക്കി അടിച്ച് ഉള്ളിലേക്ക് മടക്കി അടിച്ചാണ് കാണിക്കുന്നത്. ഇതങ്ങനെയല്ല ചെയ്യേണ്ടത്. വേറെ പീസിൽ ക്രോസ് പീസിൽ ഇട്ടിട്ട് പൈപ്പിംഗ് ആയിട്ട് കൊടുക്കണം. ഇപ്പോൾ തൽക്കാലം ഞാൻ തയ്ച്ച് കാണിച്ചു തരുന്നത്. അതായത് ഈ മടക്കി അടിക്കുന്നതിന് പകരം ക്രോസ് പീസ് ഇട്ടിട്ട് പൈപ്പിംഗ് ആയിട്ട് കൊടുക്കുക. പൈപ്പിംഗ് ഇടാന്ന് പറയും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എനിക്ക് തൽക്കാലം കാണിച്ചു തരുന്നത്. നമ്മൾ വലിയ സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ചെറിയ റെഡി അടിച്ച് കാണിച്ചു തരാം. ക്രോസിനോ കളറിൽ വൈറ്റിന് ബ്ലാക്കോ ബ്ലൂവോ ഏജിച്ച് പീസൊക്കെ ഇട്ടിട്ട് ജോയിൻ പൈപ്പിംഗ് കൊടുത്താൽ നല്ല വൃത്തി ഉണ്ടാവും. അതായത് ഈ മടക്കി പോണ്ടിക്കുന്നതിന് പകരം പൈപ്പിംഗ് ആയിട്ട് കൊടുക്കുക കേട്ടോ. ബ്ലാക്കില് റെഡിലൊക്കെ കൊടുത്താലും ബ്ലൂവിലൊക്കെ കൊടുക്കാം. ഏതിലും കൊടുക്കുക. ഏതിൽ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. തുടരാ ഭാഗം നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതിപ്പോൾ നമ്മൾ തൽക്കാലം ഇതാ മടക്കി അടിച്ചുകൊണ്ടിരിക്കുക. ഒരു കാലിൻ്റെ ഭാഗം മടക്കി അടിച്ചു, മറ്റേത് ഇങ്ങനെ മടക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പൈപ്പിംഗ് ഇട്ട് കൊടുക്കണം. രണ്ട് തോടെയാണ് നമ്മൾ പൈപ്പിംഗ് ഇട്ട് കൊടുത്തത്. ഈ കാലിടാനുള്ള ആ ഭാഗമാണിത്. ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം. ഇത് മടക്കി അടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടിഭാഗം, നടുയുടെ ഭാഗം ഇത് ഇങ്ങനെ അടിച്ചെടുക്കുക. 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിനെ മറിച്ച് കഴിഞ്ഞാൽ ഏകദേശം കുട്ടികളെ ഷെഡിയായി. ഇനി അരക്ക് എലാസ്റ്റിക് കൊടുക്കുക. എലാസ്റ്റിക് കൂടെ കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല കോട്ടൻ്റെ ഷെഡ് 100-150 കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങുന്നതിനാലും നല്ല ഇതുണ്ട്. ഇതുപോലുള്ള പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ചിട്ട് കൊടുക്കുക. അതാണ് ഷെഡ് കണ്ടല്ല. ഇനി അരക്ക് എലാസ്റ്റിക് കൂടെ കൊടുക്കുക. അതിന് ചെറിയ എലാസ്റ്റിക്കാണ് വേണ്ടത് നമുക്ക്. ചെറിയ കുട്ടികൾക്ക് വലുതിടരുത്. ചെറിയ എലാസ്റ്റിക് നമുക്കതിന് പാതിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കുക. കറക്റ്റ് ആവുന്ന ഒരു വിധത്തിൽ എടുക്കുക. അല്ലെങ്കിൽ അരവണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ അരവണ്ണത്തിന് കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ ഏകദേശം അളവ് വെച്ചിട്ട് നമ്മൾ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇനി എലാസ്റ്റിക്കിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എലാസ്റ്റിക്കിനെ ജോയിൻ ചെയ്ത് കൊടുത്ത് ഇനി ഷെഡിയുടെ മുകൾ ഭാഗം വേണമെങ്കിൽ നമുക്ക് എലാസ്റ്റിക്കിൻ്റെ എളുപ്പത്തിന് ഫസ്റ്റൊക്കെ ചെയ്യുന്നവർ വേണമെങ്കിൽ ഇങ്ങനെ ഒരു അടി ആദ്യം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. മേലെ ഭാഗം ഒരടി വെറുതെ ഒന്ന് അടിച്ചു കൊടുത്തോളൂ.
ഇനി ഒന്നുകൂടെ മടക്കിയിട്ട് നേരെ അതിൽ എലാസ്റ്റിക് കുടുക്കി കൊടുക്കുക. എലാസ്റ്റിക് വെക്കേണ്ട രീതി ഇങ്ങനെയാണ്. എലാസ്റ്റിക് ജോയിൻ ചെയ്ത് ഇതിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്ന രീതിയിൽ ഈ അടി അടിക്കുമ്പോൾ എലാസ്റ്റിക്കിൽ തട്ടരുത്. എലാസ്റ്റിക്കിൽ കുടുങ്ങിയാൽ എലാസ്റ്റിക് തട്ടിയാൽ എലാസ്റ്റിക് വലിഞ്ഞു കിട്ടില്ല. ശ്രദ്ധിക്കുക, എലാസ്റ്റിക് തട്ടാതെ അടിച്ചെടുക്കുക. ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുക. എലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അതിനനുസരിച്ച് ഇവിടെ മടക്കിയിട്ട് എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എലാസ്റ്റിക്കിന് സ്റ്റിച്ച് കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഷെഡ്. പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. ഇതാണ് വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടമ്മമാരിയ്ക്കുമ്പോൾ ഇതുപോലെ കോട്ടൺ പീസുകൾ ഉണ്ടെങ്കിൽ ഏത് കളറും പറ്റും. ഇതിപ്പോൾ വൈറ്റിലാണ് ഞാൻ കാണിച്ചത്, ഏതിലും ചെയ്യാം. ഈ ഭാഗത്ത്, അതായത് കാലിൻ്റെ ഈ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് ഭാഗത്ത് ബ്ലാക്കിലോ റെഡിലൊക്കെ പൈപ്പിംഗ് കൂടെ കൊടുത്താൽ നല്ല വൃത്തി, നല്ല ഭംഗിയുണ്ടാവും. കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക. കോട്ടനാണ്, പ്യൂർ കോട്ടൺ. നല്ല സുഖമായിരിക്കും കുട്ടികൾക്ക് ഇടാൻ. ക്ലോത്തിൻ്റെ അലർജികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല കോട്ടൺ പീസുകൾ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അടുത്ത വീഡിയോ മറ്റൊരു വീഡിയോയിൽ